ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യമ്മി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇന്ന് ഞാനൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 ഡ്രിങ്ക് ഉണ്ട്. ആദ്യത്തെ ഡ്രിങ്കാണിത്. അത് ഉണ്ടാക്കാനായി ഒരു ജാറിലേക്ക് കുറച്ച് ഇഞ്ചി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കാം. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നല്ലൊന്ന് കുറുകി വരണം. അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കണം. നമുക്ക് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റിയൊക്കെ ഒരേപോലെ ആയിരിക്കത്തില്ല. ചിലർക്ക് പ്രതിരോധശേഷിയൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാം, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ പെട്ടെന്നൊരു ദഹനക്കേട്, വയറ്റിനൊക്കെ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെ നല്ലൊരു ഇതാണ്. എല്ലാത്തിനും നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോം റെമഡീസൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത്. കണ്ടോ, കുറുകി വന്നിട്ടുണ്ട്. നല്ലതുപോലെ കുറുകി വരുന്നവരെയാണ് നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ടുള്ളത്. കണ്ടോ, ആ പേസ്റ്റ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. സ്ട്രെയിൻ ചെയ്ത് മാറ്റി ആ പേസ്റ്റ് നല്ലതുപോലെ സ്ട്രെയിൻ ചെയ്ത് ആ സിറപ്പ് മാറ്റാം. നമുക്കതിലേക്കുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. 2 ഡ്രിങ്കും അതേപോലെ തന്നെയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കൊറോണയൊക്കെയാണ്, എല്ലാത്തിനൊന്നും നമുക്ക് വെളിയിലിറങ്ങാൻ പറ്റില്ല. കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഫാസ്റ്റ് റിലീഫിന് വളരെ നല്ല ഒരു ഡ്രിങ്കാണിത് കേട്ടോ. ഇനി ഒരു ഗ്ലാസ്സിൽ കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. 2 ഐസ് ക്യൂബ്സ്, പിന്നെ നമ്മൾ ഈ സിറപ്പിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നാരങ്ങ നീര് ഇനി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. ഹെൽത്തിനും വളരെ നല്ലൊരു ഡ്രിങ്കാണ്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ ഇങ്ങനെ പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാനും എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. ഇനി അടുത്ത നമ്മുടെ സെക്കൻഡ് ഡ്രിങ്ക്. അതും ഇതേപോലെ തന്നെ ഇതിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യമായിട്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഇഞ്ചി, നാരങ്ങാനീര്, ഉപ്പ്, ഗ്രാമ്പു, സബ്ജ സീഡ്സ്. ഇത് ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു പാനിൽ 1 കപ്പ് വെള്ളത്തോളം ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി ആഡ് ചെയ്യാം. ഇനി കുറച്ച് ജീരകം, ചെറിയ ജീരകം, പിന്നെ നമ്മുടെ സബ്ജ സീഡ്സ്. എല്ലാം വളരെ കുറച്ചാണ് ഇടുന്നത്, ഒരുപാടൊന്നുമില്ല ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചേ ഇടാവുള്ളൂ. ഒരുപാട് ഇട്ടാൽ ഒരു ചുവ വരും. ഇനി നമ്മുടെ ഗ്രാമ്പും കൂടി ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കണം. നല്ല വെട്ടി തിളയ്ക്കണം. 1 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചത്. ഒരുപാട് നേരം ഇട്ട് വെട്ടി തിളപ്പിക്കേണ്ട, കുറച്ച് നേരം വെട്ടി തിളപ്പിച്ചാൽ മതി. കണ്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഡ്രിങ്ക് റെഡിയാവും. കണ്ടോ, കുഞ്ഞുങ്ങൾക്കായാലും നമുക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇന്നവർക്ക് മാത്രമേ കുടിക്കാവൂ എന്നൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്കായാലും കൊടുക്കാം നമുക്ക്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കിത് ഒഴിക്കാം. നമ്മളിത് സ്ട്രെയിൻ ചെയ്യുന്നൊന്നുമില്ല. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു, കുറച്ച് നാരങ്ങാനീരും കൂടെ ആഡ് ചെയ്തു. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചൂടോടെയും കുടിക്കാം, അല്ലാതെ തണുപ്പിച്ച് നമുക്ക് ഐസ് ക്യൂബ്സൊക്കെ ആഡ് ചെയ്തും കുടിക്കാം. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസും കൂടെ ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. ഗ്ലൂക്കോസും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും, ഓപ്ഷണലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ 2 ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ഡ്രിങ്ക്സാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.